ഹലോ അസ്സാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാനിന്ന് എന്താ കാടിൻ്റെയും പാറയുടെയും വീഡിയോ ആയിട്ടെന്നല്ലേ ചെറിയൊരു വ്ളോഗ് ആക്കാമെന്ന് കരുതി. എന്ന് വെച്ചിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല കേട്ടോ. വിറക് പറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനത്തെ മനോഹരമായ ആചാരം നിങ്ങളുടെ നാടുകളിലൊക്കെ ഉണ്ടോ? നമ്മുടെ വീട്ടിൽ വിറകടുപ്പുണ്ട്, അപ്പോൾ വിറക് പറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതിന് കുറേ ഇങ്ങനെ കയറ്റം കയറി വരണമായിരുന്നു. വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണെങ്കിലും ശരിക്കും നടന്ന് വരുമ്പോൾ മാത്രമേ അതിൻ്റെ റിസ്ക് അറിയത്തുള്ളൂ. അങ്ങനെ കുറേ ഇങ്ങനെ മുകളിലേക്ക്, വീടിൻ്റെ അടുത്തുനിന്ന് കുറേ ഇങ്ങനെ മുകളിലെത്തിയിട്ട് താഴത്തോട്ട് നോക്കിയപ്പോൾ കണ്ടതാണ് ഈ കാഴ്ചകളൊക്കെ. പിന്നെ ഞാനവിടെ കണ്ട ഒരു മരത്തെയും പൂവിനെ ആവട്ടെ ഒന്നിനെയും ഞാൻ വെറുതെ വിട്ടില്ല. പാറ ഉൾപ്പെടെ എല്ലാത്തിനെയും ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കുന്നിൻ്റെ മുകളിലെത്തി താഴത്തോട്ട് നോക്കുമ്പോൾ കല്ലടയാറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കല്ലടയാറുണ്ട്. റോഡിൻ്റെ അപ്പുറമുണ്ട്. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ഉണ്ടാവും ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ. കണ്ടില്ലേ, കുറേ അപ്പുറത്തുള്ള മല. ചെറിയ ചെറിയ പൂവ്. ഇതിന് എന്താണ്, പെരുവണം എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയാറുള്ളത്. നിങ്ങളുടെ ഇവിടെയൊക്കെ ഇതിന് എന്ത് പേരാണ് പറയുന്നത്? ഇതിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ആ ചുമന്ന കളറിലുള്ള ഇല കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സർവ്വസാധാരണമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പൂത്തിരി അങ്ങനെ എന്തൊക്കെയാണ്, പൂത്തിരി ചെടി അങ്ങനെ എന്താണ് പേര് പറയുന്നത്. ഇതിലുണ്ടാകുന്ന ചെറിയ നമ്മുടെ ചെറുപ്പകാലത്ത് ഈ സാധനം കറുത്തിക്കുന്ന കായില്ലേ, അതൊക്കെ ചവച്ച് തിന്നുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ആരും അത് ഉപയോഗിക്കുന്നില്ല. പിന്നെ ഈ പൂവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പൂത്തിരി എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെന്താ പേര് പറയുന്നത്? ഇപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും കാണാനില്ല. ഇതൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച് വീട്ടുമുറ്റത്ത് കൊണ്ടുവെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ശരിക്കും ഉമ്മായി ഉണ്ടായിരുന്നു കൂടെ. ഉമ്മായി വിളിച്ചുകൊണ്ട് ഞാനാണ് ഭയങ്കര ഉത്സാഹമായിട്ട് വിറക് പറക്കാൻ പോകാമെന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ അവസാനം എൻ്റെ കലാപരിപാടി ഇതായിരുന്നു. അങ്ങനെ വന്ന ജോലി അവസാനിച്ചിരിക്കുന്നു. ഉമ്മാണ് വിറക് പറക്കി ഇട്ടെന്ന് ഞാനത് പറക്കി കെട്ടി അടുക്കി. പിന്നെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് വാഴയില കൊണ്ട് വാഴ കൈ ഊരിയിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി വെക്കും. അതിന് ചുമ്മാടെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളൊക്കെ അവിടെ എന്താ പറയുക? അതിനെ വിറകൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെയും ഞാൻ എൻ്റെ മഹത്തായ കലാപരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. വഴി കാണുന്ന ഇലയെ പോട്ടെ ഒരു പൂമ്പാറ്റയെ പോലും ഞാൻ വെറുതെ വിട്ടില്ല. അങ്ങനെ ഈ വഴിയാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഇതുവഴിയുള്ള നടപ്പ് അത്ര സുഖകരമല്ല. അത്യാവശ്യം നല്ല രീതിക്ക് ചരലൊക്കെ ഉണ്ട്. പിന്നെ ഇറങ്ങി പോകാനൊക്കെ നല്ല പാടാണ്. വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഗ്ലാമറായിട്ടൊക്കെ തോന്നും. എന്നാൽ കൂടിയും ഇതിലേക്കൂടെയുള്ള നടപ്പ് വളരെ സാഹസികമായ യാത്രയാണ് ഗൈസ്. ഒരു കൈ കൊണ്ട് വിറക് തലയിൽ വെച്ചിട്ടുണ്ട്, മറ്റേ കൈ കൊണ്ട് ഫോണിൽ ക്യാമറ ഓണാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എടുത്ത എൻ്റെ കുറച്ച് ഈ കരവിരുതുകളുടെ ഫോട്ടോസ് കൂടി ഞാനിവിടെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അതും കൂടി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.